കാരണവശാലും ഞാൻ കോഴി കർഷകരെ കളിയാക്കുമല്ല, ഇറച്ചിക്കോഴിയുടെ മേടിച്ച് നമ്മുടെ പറമ്പിൽ ഡംപ് ചെയ്യാതിരിക്കും. കാരണം അതിനകത്ത് കൂടുതലും ഇപ്പം തേക്കിൻ്റെ പൂളാണ്. തേക്കിൻ്റെ പൂളിനൊരു കുഴപ്പമുണ്ട്, ഒരു കറയുണ്ട്. ആ കറ തേക്കിൻ്റെ ചിന്തറ് പൂള് വാരി എന്തെങ്കിലും ഒരു ചെറിയ സസ്യത്തിൻ്റെ വിട്ടിട്ട് ഞാൻ സസ്യത്തെ 8 ദിവസം കരിഞ്ഞു. അതിൻ്റെ ടാനിൻ എന്ന് പറഞ്ഞൊരു രാസവസ്തുണ്ട്. ആ സസ്യത്തിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു ഒരു ഒരു കൂട്ടം ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനം ടാനിനാണ്, അതൊരു പോയിസനാണ്. അത് തേക്കിൻ്റെ ഇതിലെ കറാന്ന് പറയും, അത് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഈ കോഴി കർഷകരെ എടുത്തിട്ടുണ്ട് അതാണ് മണ്ണിലിടാതിരിക്കും. പിന്നെ കുറേ ദിവസം ഇങ്ങനെ കൂട്ടി വെക്കും എവിടെയും, എന്നിട്ട് അതിനകത്ത് അത് പോകും. എത്ര സൂപ്പർ അത് കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് ആട് വളർത്തുണ്ട്, ഞാനതൊക്കെ എൻ്റെ കൃഷിയുടെ സ്ഥലത്ത് ഉപയോഗിക്കുന്നു. അത് ഞാൻ വാരിയിടാറുണ്ട്. അതാണ് ഏറ്റവും നല്ല സാധനം. പക്ഷെ അത് ദ്രവിക്കാം, മണ്ണിലേക്ക് അത് നോക്കണ്ടേ. ഒരു 2 കൊല്ലം കൊണ്ട് അത് ഒരേ വർഷം ഇടുമ്പോൾ കണ്ടിന്യൂറ്റി വരും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ 2ാം വർഷം ഇപ്പം 2025 ചെയ്താൽ 2027 അതിനൊന്നും ഈ പ്രാവശ്യം പൊട്ടാഷ് ഇട്ടെന്ന് പറഞ്ഞാൽ അടുത്ത കഴിയുന്നത് എങ്ങോട്ടും. അപ്പം അതിനകത്തും നല്ലതാണ്, ഏറ്റവും നല്ലത് മുട്ടക്കോഴിയുടെയാണ്. അതിനകത്ത് നൈട്രജൻ കൂടുതലാണ്, കാരണം നൈട്രജൻ്റെ കണ്ടല്ലേ കൂടുതലാണ്. ഇത് കുറെ മുട്ടക്കൊണ്ടില്ലേ ഇപ്പോൾ കിട്ടാനില്ല അല്ലേ ഈ സാധനങ്ങൾ. ഇതെന്താ മരം ഇത്? ഏതാ? അതാ മൂട്ടി. അവക്കാട ഉണ്ട്, ഞാൻ കട്ട് ചെയ്തെടുത്തേക്ക് വരുന്നത്. താഴെ ഉണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട്, അതൊക്കെ കട്ട് ചെയ്ത് നിർത്തേക്കുക. അതെ അതുകൊണ്ട് ആദ്യം ചുമ്മാ ഒരു കൗതുകത്തിന്, ഒരു കൗതുകത്തിനുള്ളാവുള്ളൂ, അതുകൊണ്ട് കട്ടി നിർത്തി. പക്ഷെ മൂട്ടി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. അതിന്റെ മോൾഭാഗം വെട്ടാൻ പോയി കുറെ തെങ്ങിന് മുകളിലേക്ക് വിടാതെ. പ്രൂൺ ചെയ്ത കായ ഞാൻ തയ്യാട്ടെ, ഇങ്ങനെ കയറത്തെ കായട്ട ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇല്ല അത് പക്ഷെ ഇവിടെ ഉണ്ട്, ഞാൻ വെട്ടി കട്ടിയെടുത്തേക്ക്. അത്